സുപ്രഭാതം കൂട്ടുകാരെല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? നമ്മുടെ കഥയുടെ പേര് മാമ്പഴം ആർക്ക്. കഥ നടക്കുന്നത് ഒരു കാട്ടിലാണ്. കൂട്ടുകാരെല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. പച്ച വിരിച്ചതുപോലെ പരന്നു കിടക്കുന്ന പുൽക്കൂട്ടങ്ങൾ, മാനത്തോളം മുട്ടുന്ന വലിയ മാമരങ്ങൾ, കൊമ്പുകുലുക്കി തുമ്പിയുമാട്ടി കാടുകുലുക്കി വരുന്ന കൊമ്പനാനക്കൂട്ടങ്ങൾ, താളം കൊട്ടി ഒഴുകിയെത്തുന്ന കുഞ്ഞരുവികൾ, തുള്ളിച്ചാടി കളിക്കുന്ന മാൻകൂട്ടങ്ങൾ, ഗമയിലങ്ങനെ വിഹരിക്കുന്ന സിംഹരാജനും കടുവക്കൂട്ടങ്ങളും. മനസ്സിൽ കാടങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അല്ലേ? കഥ കേൾക്കാനായി കണ്ണും കാതും തുറന്നിരുന്നോളൂ. അതാ കാട്ടുപൊന്തകൾക്കിടയിൽ ഒരനക്കം. ആരാണെന്ന് പിടികിട്ടിയോ? ഞാനൊരു ക്ലൂ തരാം. ഓട്ടക്കാരിയാണേ, വെളുവെളുത്ത സുന്ദരിയാ, നീളമുള്ള ചെവികളാണേ, തുടുതുടുത്ത ചുണ്ടുകളും. ആരാണെന്ന് പിടികിട്ടിയോ? നമ്മുടെ ചിന്നുമുയൽ. ചിന്നുമുയൽ ആകെ വാടി തളർന്നിരിക്കുന്നു. രാവിലെ മുതൽ തീറ്റ തേടി ഇറങ്ങിയതാണ്. നേരം സന്ധ്യയാവാറായി. ഇതുവരെയായിട്ടും കഴിക്കാനുള്ള വകയൊന്നും തരപ്പെട്ടിട്ടില്ല. നിരാശയോടെ ചിന്നുമുയൽ വീട്ടിലേക്ക് നടന്നു തുടങ്ങി. അപ്പോഴാണ് വഴിയരികിലെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ചക്കരമാവ് ചിന്നുമുയലിൻ്റെ കണ്ണിൽപ്പെട്ടത്. കൊതിയോടെ ചിന്നു മുകളിലേക്ക് നോക്കി. അതാ ചക്കരമാവിൻ്റെ തുഞ്ചത്ത് ചുവന്നു തുടുത്ത വലിയൊരു മാമ്പഴം. ഹായ്! ചിന്നുമുയലിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി പരന്നു. പക്ഷേ മാമ്പഴം എങ്ങനെ കിട്ടും? ചിന്നുമുയലിനുണ്ടോ മരം കയറാൻ അറിയുന്നു? മാമ്പഴം കിട്ടാൻ എന്താണൊരു വഴി? അവൾ നാലുപാടും ശ്രദ്ധിച്ചു നോക്കി. ആ മരക്കൊമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ നീലിക്കാക്കയല്ലേ? ചിന്നു നീലിക്കാക്കയെ വിളിച്ചു. നീലിക്കാക്കേ, നീലിക്കാക്കേ, നീ ആ ചക്കരമാവിൻ്റെ തുഞ്ചത്തെ ചുവന്ന് തുടുത്ത മാമ്പഴം കണ്ടോ? കൊത്തിയെടുത്ത് പറക്കാൻ നീ മിടുക്കിയല്ലേ? ആ മാമ്പഴം ഒന്ന് കൊത്തി താഴെയിട്ടുതാ. എൻ്റെ പുന്നാര നീലിയല്ലേ, ഒന്ന് കൊത്തി താഴെയിട്ടുതാ. ശരിയാണല്ലോ, നല്ല ചുവന്നു തുടുത്ത മാമ്പഴം. കേൾക്കേണ്ട താമസം നീലി ഒരഭ്യാസിയെപ്പോലെ പറന്ന് ചെന്ന് മാമ്പഴത്തിൻ്റെ ഞെട്ടി നോക്കി ഒരൊറ്റ കൊത്ത്. ബുദും! മാമ്പഴം ഞെട്ടറ്റ് താഴെ വീണു. മാവിൻ്റെ ചുവട്ടിൽ സുഖമായി ഉറങ്ങിക്കിടന്നിരുന്ന മുള്ളൻ ചേട്ടൻ്റെ ദേഹത്താണ് മാമ്പഴം ചെന്ന് വീണത്. ഞെട്ടിയുണർന്ന മുള്ളൻ ചേട്ടൻ രോമമെല്ലാം വിടർത്തി ഭീതിയോടെ ചുറ്റും നോക്കി. താഴെ വീണ് കിടക്കുന്ന മാമ്പഴം കണ്ട് മുള്ളന് വലിയ സന്തോഷമായി. അവൻ മാമ്പഴമെടുത്ത് ഒരൊറ്റയോട്ടം വെച്ചു കൊടുത്തു. ആരെങ്കിലും കാണും മുമ്പ് സ്വസ്ഥമായ ഒരിടത്തിരുന്ന് മാമ്പഴം കഴിക്കണം, അതായിരുന്നു മുള്ളൻ്റെ മനസ്സിൽ. നീലി മുള്ളൻ്റെ പിന്നാലെ പറന്നു ചെന്നു. ചിന്നുമുയലാവട്ടെ സങ്കടത്തോടെ മുള്ളൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഏയ് മുള്ളൻ ചേട്ടാ, ഒന്ന് നിന്നേ. ഞാൻ കൊത്തിയിട്ട് വീഴ്ത്തിയ മാമ്പഴമാ അത്. അതെനിക്കുതാ. നീലി മുള്ളനെ നോക്കി രോഷത്തോടെ പറഞ്ഞു. ഇത് എവിടുത്തെ ന്യായ? അതങ്ങ് മനസ്സിലിരുന്നോട്ടെ. ഞാനല്ലേ മാമ്പഴം കണ്ടത്. ഈ മാമ്പഴത്തിൻ്റെ അവകാശി ഞാനാ. ചിന്നുമുയലും വിട്ടുകൊടുത്തില്ല. എൻ്റെ ദേഹത്ത് വീണ മാമ്പഴമായത്. ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. രോമമെല്ലാം വിറപ്പിച്ച് മുള്ളൻ ചേട്ടനും ദേഷ്യത്തോടെ പറഞ്ഞു. ഈ വഴക്കെല്ലാം കണ്ടുകൊണ്ടിരുന്ന മിന്നുകരടി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തിനാ 3 പേരും കൂടി വഴക്കടിക്കുന്നത്? മിന്നു സൗമ്യമായി കാര്യങ്ങൾ തിരക്കി. അതേ മിന്നു ചേച്ചിയെ, ഈ മാമ്പഴം കണ്ടോ? ചക്കരമാവിൻ്റെ തുഞ്ചത്തുള്ള ഈ മാമ്പഴം ഞാനാ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ മാമ്പഴം എൻ്റെയല്ലേ? ചിന്നു സങ്കടത്തോടെ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും ചേച്ചി? അധ്വാനിക്കുന്നവർക്കല്ലേ ഫലവും കിട്ടേണ്ടത്. അതല്ലേ കാട്ടുനീതി. നീലിക്കാക്ക ഗൗരവത്തിൽ കണ്ണുവെട്ടിച്ച് കാര്യം പറഞ്ഞു. എൻ്റെ ദേഹത്ത് വീണ മാമ്പഴം എനിക്കുള്ളതല്ലേ? ചേച്ചി തന്നെ പറഞ്ഞു കൊടുക്ക്. മുള്ളനും പരിഭവം പറഞ്ഞു.
3 പേരുടെ വാദവും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മിന്നു കരടി ചിരിച്ചുകൊണ്ട് മാമ്പഴം കയ്യിലെടുത്തു. ഹായ്, എത്ര വലിയ മാമ്പഴം! മിന്നു തൻ്റെ തോളിൽ തൂക്കിയിട്ടിരിക്കുന്ന സഞ്ചിയിൽ നിന്നും ഒരു കത്തി പുറത്തെടുത്തു. വലിയൊരു മാമ്പഴ കഷ്ണം പൂണ്ടെടുത്ത് ചിന്നുമുയലിന് നീട്ടിക്കൊണ്ട് പറഞ്ഞു, നീയല്ലേ മാമ്പഴം കണ്ടുപിടിച്ചത്? വലിയൊരു പങ്ക് നിനക്കിരിക്കട്ടെ. ചിന്നുവിന് സന്തോഷമായി. വീണ്ടും വലിയൊരു മാമ്പഴത്തിൻ്റെ കഷ്ണം പൂണ്ടെടുത്ത് മിന്നു കരടി നീലിക്ക് കൊടുത്തു. മാമ്പഴം കൊത്തി താഴെയിട്ട നിനക്കും ഇരിക്കട്ടെ വലിയൊരു പങ്ക്. നീലിയുടെ മുഖത്തും സന്തോഷം തെളിഞ്ഞു നിന്നു. മുള്ള, നിനക്കും പരിഭവം വേണ്ട, വലിയൊരു പങ്ക് നീയും എടുത്തോളൂ. അടുത്ത മാമ്പഴ കഷ്ണം മുള്ളനു നേരെ നീട്ടിക്കൊണ്ട് മിന്നു പറഞ്ഞു. മനസ്സു നിറഞ്ഞ് മുള്ളനും ചിരിച്ചു. ഇനിയൊരു കഷ്ണം ബാക്കിയുണ്ടല്ലോ? മിന്നു കരടി ചോദിച്ചു. അത് ഞങ്ങൾക്ക് മാമ്പഴം പങ്കുവെച്ചു തന്ന മിന്നു ചേച്ചിക്ക് ഇരിക്കട്ടെ. 3 പേരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. ഹായ്, ഇത്ര രുചിയുള്ള മാമ്പഴം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. ഏമ്പക്കം വിട്ടുകൊണ്ട് ചിന്നുമുയൽ അഭിപ്രായപ്പെട്ടു. അതെ, മാമ്പഴത്തിൻ്റെ ചാറ് മുഴുവനും ഊറ്റിയെടുത്ത് മാങ്ങയണ്ടി ദൂരേക്ക് വലിച്ചെറിയാനൊരുങ്ങി മുള്ളനും പറഞ്ഞു. അയ്യോ, മാങ്ങയണ്ടി വലിച്ചെറിയല്ലേ മുള്ള, നമുക്ക് ഈ മാങ്ങയണ്ടി കുഴിച്ചിടാം. ദിവസവും വെള്ളമൊഴിച്ച് ശ്രദ്ധയോടെ പരിപാലിക്കാം. നമ്മുടെ മക്കളോടൊപ്പം മാവും വളരട്ടെ. ചിന്നുമുയൽ ആവേശത്തോടെ പറഞ്ഞു. അങ്ങനെ 3 പേരും ചേർന്ന് മാങ്ങയണ്ടി കുഴിച്ചിട്ടു. മിന്നുകരടിയും കൂട്ടുകാരും ചേർന്ന് സന്തോഷത്തോടെ ഒരു പാട്ടും പാടി. നമുക്കും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നാലോ കൂട്ടുകാരെ? നമുക്ക് ഒരുമിച്ച് പാടാം. വിത്തെല്ലാം മുള പൊട്ടട്ടെ, മാവെല്ലാം വളർന്നിടട്ടെ, മാമ്പഴങ്ങൾ നിറഞ്ഞിടട്ടെ, കാടെങ്ങും ചിരി തൂകട്ടെ. ഒരുമിക്കാം കൂട്ടുകാരെ, താളമായി ചേർന്നു നടക്കാം, കാടിൻ്റെ മക്കളാവാം, കാത്തിടാം നന്മകളെല്ലാം, കാത്തിടാം നന്മകളെല്ലാം. സ്നേഹാശംസകളോടെ പ്രസന്ന ടീച്ചർ.